ഇറ്റ്സ് മീ ഷൈല്യാസ് ഫ്രം കോഡ് ഡിസൈൻ. അപ്പോൾ ഇന്ന് കുറച്ച് കസ്റ്റമൈസ് ചെയ്ത ഐറ്റംസുകൾ കാണിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. എല്ലാതും ഒരു 6 ഡിസൈൻസ് ഉണ്ട്, 6 പീസുകളുണ്ട്, 2 കളേഴ്സിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരൊറ്റ കസ്റ്റമർക്ക് ചെയ്തിട്ടുള്ളത്. കൂടുതൽ സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡുള്ള കസ്റ്റമറാണ്. ഓൺലൈനായിട്ട് ആളുടെ സിസ്റ്റർ നമ്മുടെ ഷോപ്പിൽ നിന്ന് മുന്നേ ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇഷ്ടമായിട്ടാണ് അവർ നമുക്ക് ഓർഡർ തന്നു. ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ഓർഡർ തരുമായിരുന്നു കേട്ടോ. അവർ ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് എറണാകുളത്ത് സ്റ്റേ ചെയ്തിട്ട് അങ്ങനെയാണ്. സൺഡേ വിളിച്ചു വെച്ചപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരത് കാരണം എറണാകുളത്ത് സ്റ്റേ ചെയ്ത് മൺഡേ മോർണിംഗിൽ ഷോപ്പിലെത്തി. അങ്ങനെ ഓർഡേഴ്സൊക്കെ എടുത്ത് പിന്നെ അവിടെ പോയതിന് ശേഷം വീണ്ടും വിളിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല, കുറച്ച് ദിവസത്തെ ഇതിലാണ് വന്നതിനോട് മുന്നേ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വരുന്നതും മെഷർമെൻറ്റ് എടുക്കണമൊക്കെ കുറച്ച് ദിവസം മുന്നെയാണ്. പോയതിന് ശേഷം വീണ്ടും ഓൾറെഡി ലിമിറ്റഡ് ടൈം ആയിരുന്നു. അപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും പ്ലീസ് 3 കൂടെ ചെയ്തു പറഞ്ഞിട്ട് 3 കൂടെ ഓർഡർ തന്നിട്ടുണ്ട്. ഏറെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഡേറ്റ് 25 എന്നോട് പറഞ്ഞത്, കൊറിയർ ചെയ്താൽ മതി, 25 അവർക്ക് കിട്ടിയാൽ മതി എന്നുള്ള. അപ്പോൾ ഞാൻ 24 മനസ്സിൽ കണ്ട് 24 സ്പീഡ് പോസ്റ്റ് ചെയ്യാം, അപ്പോൾ 25 അവർക്ക് അവിടെ കിട്ടും. ആ ഒരു ലെവലിലാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ 24 സൺഡേ ആണെന്നും 25 ഒരു ഓൾറെഡി ഒരു ഓഫ് ഡേ ആണെന്നും ക്രിസ്മസിൻ്റെ ഓഫാണല്ലോ, അപ്പോൾ അതാണെന്നും ഞങ്ങളുടെ 2 പേരുടെയും മനസ്സിലില്ല. അപ്പോൾ നമ്മൾ പെട്ടല്ലോ. അവർക്കാണെങ്കിൽ 25 മോർണിംഗിൽ ഫംഗ്ഷനും ആണ്. അപ്പോൾ ഞങ്ങൾ അതിസാഹസികമായിട്ട് ഇത് കാസർഗോഡേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ഇതിപ്പോൾ അതിൻ്റെ തലേ ദിവസം 24 ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ കാസർഗോഡേക്ക് ഞാൻ കൊടുത്തയക്കുകയാണ് കാസർഗോട്ടേക്ക്. ഇവിടെ നിന്ന് ട്രെയിനിൽ പോയിട്ട് അത് ഐറ്റം എത്തിച്ചിട്ട് വരണം എന്നുള്ളൊരു ടാസ്കും കൂടെ നമുക്ക് ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അത് അങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ മുന്നേ ഈ ഐറ്റംസ് കൂടെ കാണിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിട്ട് കാണിച്ചു തരാം. ആക്ച്വലി ഇവർക്ക് 2 നിക്കാഹും ഇതുമായിട്ടുള്ള അങ്ങനത്തെ ഒരു ഫംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മോർണിംഗിൽ ഗോൾഡൻ ഷെയ്ഡിലാണ് 3 പേരുള്ളത്, ഒരു ഉമ്മയും 2 കുട്ടികളും അങ്ങനെയാണ്. അപ്പോൾ ഇത്താക്ക് ഞങ്ങൾ ചെയ്തത് ഒരു ക്രേപ്പ് ജോർജറ്റ് മെറ്റീരിയലിൽ ഗോൾഡൻ കളർ ഡൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൽ ആളുടെ സിസ്റ്റർക്ക് അന്ന് ഞാൻ ഈ ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്തത്. ഒരു ബീട്രൂട്ട് കളർ ആൻഡ് ഗ്രീൻ കോംബോ ഞാൻ പ്രാവശ്യം ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സിംഗിൾ സ്ലീവ് ആയിരുന്നു, ഒരു സ്ലീവിനായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് കുറച്ച് ഗ്രാൻഡ് ആയിട്ട് 2 സ്ലീവിനും വർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആൻറ്റി ഗോൾഡ് കട്ട് ബീഡും ഷുഗർ ബീഡും വെച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 2 സ്ലീവിനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെക്കിൻ്റെ ഏരിയയിലേക്ക് ഒരു ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട്, ബോഡി ഓൾ ഓവർ സ്പ്രെഡിങ്. അതുപോലെ തന്നെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്ത ഏരിയ മുതൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, എൻഡ് വരെ ആക്കിയിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് ഒരു ഫുൾ ഔട്ട്ലുക്ക് വർക്കിൻ്റെ മൊത്തം ഇതിങ്ങനെയാണ് വരുന്നത്. ഇതിന് കൂടെ ഒരു ബോട്ടം വരുന്നുണ്ട്, ആംഗിൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ബോട്ടത്തിനും അതുപോലെ വൺ സൈഡ് വർക്ക്, മനസ്സിലുള്ള ലോവർ പാർട്ടിൽ 4 ഇഞ്ചിൽ വർക്ക് വരുന്നുണ്ട്. സിമ്പിൾ ഒരു വർക്ക് ആട്ടോ, 4 ഇഞ്ചിൽ തിക്കായിട്ടുണ്ട്. ക്രേപ്പ് ജോർജറ്റിൽ തന്നെ ദുപ്പട്ട, വൺ സൈഡ് ബോർഡർ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഗോൾഡൻ കളറിലുള്ള ഡ്രസ്സ് ഫസ്റ്റ് ഔട്ട്ഫിറ്റ് കേട്ടോ. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു കുട്ടിയുണ്ട്. അപ്പോൾ ആ മോൾക്കുള്ളതാണ്. ടിഷ്യൂ ഓർഗൻസയിലാണ് ചെയ്തിട്ടുള്ളത്. ടിഷ്യൂ ഓർഗൻസയിൽ ഗോൾഡൻ ഷെയ്ഡ് ഇതിപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ടോപ്പിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഡീറ്റെയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്, ആൻറ്റിഗോഡ് ബീഡ്സ് വെച്ചിട്ട്. അതുപോലെ സ്ലീവിൻ്റെ എൻഡിലേക്കും ഇത് കൊണ്ടാ ഇങ്ങനെ ഒരു ലൈൻ പാറ്റേണിലാക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ചെയ്ത്. മെറ്റീരിയൽ നല്ല രസമുണ്ട് ഡയറക്റ്റ് കാണാനായിട്ട് കേട്ടോ. നെക്കിൻ്റെ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പെയർ ചെയ്യുന്നത് സർക്കിൾ പലാസോ ആണ്. സർക്കിൾ പലാസോ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ളത്. ടിഷ്യൂ ഓർഗൻസ മെറ്റീരിയൽ. പിന്നെ സർക്കിൾ പലാസോ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടും. ഇങ്ങനത്തെ ടോപ്പിൻ്റെ കൂടെ നല്ല രസമാണ് ഇടാനായിട്ട്. ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. ദുപ്പട്ട വൺ സൈഡ് ബോർഡർ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, ഓപ്പൺ ചെയ്തതിനെ കാണിക്കുന്നില്ല. ഓക്കെ, അടുത്തതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു മോളുണ്ട്, ഒരു 6 വയസ്സാണ് 8 വയസ്സെങ്ങാനും. അപ്പോൾ ആൾക്കും ഇതേ കാറ്റഗറിയിൽ ചെയ്തിട്ടുള്ളതാണ് ചെറിയൊരു ടോപ്പ്. ഇതിനും സെയിം വർക്ക് തന്നെ താഴേക്ക് സ്ലീവിനും കൊടുത്തിട്ടുണ്ട്. ആൻറ്റി ഗോൾഡ് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് സെയിം വർക്ക് തന്നെയാണ്. സർക്കിൾ പലാസോ ബോട്ടം. ഓക്കെ, ബോട്ടം വരുന്നുണ്ട് സർക്കിൾ പലാസോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ദുപ്പട്ട, ഒരു കുഞ്ഞ് ദുപ്പട്ട വിത്ത് ഒരു ആപ്ലിക് വർക്ക് ചെയ്തിട്ട് കണ്ട പ്ലേറ്റഡ് ആയിട്ടൊരു ദുപ്പട്ടയും ഇതും. ഇത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുന്നുണ്ട്. നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ ഓർഡർ തരുന്ന സമയത്ത് എല്ലാവരും പറയും ആ ഒരു ദുപ്പട്ടില്ലേ പ്ലീറ്റഡ് ആയിട്ടുള്ള അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ പോയതിനു ശേഷം വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇഷ്ടമുള്ള ടൈപ്പ് വർക്ക് ചെയ്തേക്ക്, ഓഫ് വൈറ്റ് ആയാൽ മതി എന്ന് പറഞ്ഞോട്. അപ്പോൾ ഇത്താക്ക് ചെയ്തിട്ടുള്ളതാണ് ചുരിദാർ. സ്ലീവ് ഫുള്ള് വർക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓഫ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് മെറൂൺ കളറാണ് ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡായിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് കണ്ടോ. ഫുള്ള് സ്ലീവ് വർക്ക് ഉണ്ട്. താഴ്ഭാഗത്തേക്ക് നമ്മൾ നോർമലി ചെയ്യാറുണ്ട് ഈ ഒരു വർക്ക്. മെറ്റൽ സീക്വൻസിൻ്റെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി ഓൾ ഓവർ, സ്ലീവിൻ്റെ ബോഡി ഓൾ ഓവർ ഒരു ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് മെറൂൺ കളർ സീക്വൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഓഫ് വൈറ്റ് എല്ലാവരും കാണുമ്പോൾ ഭംഗിയുണ്ടാ. താഴ്ഭാഗം മൊത്തം ബോഡി ഓൾ ഓവർ ഒരു സ്പ്രെഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദുപ്പട്ടയിൽ വൺ സൈഡ് ആയിട്ടൊരു വർക്ക് കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മാച്ചിങ് ആയിട്ടുള്ള ബീഡ്സ് ഒന്നും വെച്ചിട്ടുള്ളൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ ചെറിയ മോൾക്ക് ഇതുപോലെ ആളുടെ സിസ്റ്ററുടെ മോൾക്ക് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു
ഒരു ആലിയ കട്ടിങ്ങിൻ്റെ ആ ഒരു പാറ്റേണിൽ വരുന്ന ഒരു കട്ടിങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കേട്ടോ. അപ്പോൾ അതിൽ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ വർക്ക് ചെയ്തതാണ്. സെയിം ആ സ്ലീവിൻ്റെ സെയിം വർക്ക് തന്നെ സ്ലീവിലേക്ക് കൊടുത്തിട്ട് സിമ്പിളായിട്ടൊരു ഗ്യാദറിങ്സ് കൊടുത്തിട്ട് ഒരു സ്കേർട്ടും കൂടെ എന്താ ഒരു ബട്ടർഫ്ലൈ ടൈപ്പിൽ വരുന്ന സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ, കാരണം അവർക്ക് മാച്ച് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയുള്ള ഒരു ജസ്റ്റ് ഒരു ആ ഒരു ഇതിനാണ്. പിന്നെ നമ്മൾ നേരത്തെ വലിയ മോൾക്ക് കണ്ടല്ലോ, അപ്പോൾ ആ മോൾക്ക് ഒരു സാരി ഗൗണാണ് അവർ പറഞ്ഞത്. ഇങ്ങനെ ആ ഒരു സ്ലീവിൻ്റെ വർക്ക് ഞാൻ യോക്കിലേക്ക് കൊടുക്കുക ചെയ്തത് കേട്ടോ. യോക്കിലേക്ക് കൊടുത്തിട്ട് ഇതിന് അവരുടെ സൈസ് അനുസരിച്ചിട്ട് പിൻ ചെയ്യേണ്ടി വരും. യോക്കിലേക്ക് കൊടുത്തിട്ട് യോക്ക് ഫുൾ ആ ഒരു വർക്ക് കൊടുത്തു. ആ ഒരു ഓഫ് വൈറ്റും മെറൂൺ കളറും കൂടെ ഒരു ഇതാക്കിയിട്ട് പിന്നെ സ്ലീവിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു സ്പ്രെഡിങ് പാറ്റേൺ ആണ് കൊടുത്തത്. സത്യം പറയാം സ്ലീവൊക്കെ ഇനിയും ഒന്നും കൂടെ ഒരു ഗ്രാൻഡ് ആക്കാനൊക്കെ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈമിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അത് കാരണമാണ് പെട്ടെന്നായിട്ടുള്ളൊരു വർക്കായിട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും പീസസ് ആണുള്ളത്. അപ്പോൾ അത് നിങ്ങളെ കൊണ്ട് കാണിക്കണം എന്ന് തോന്നി, ഞാൻ കാണിച്ചതാണ്. കളർ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. പിന്നെ എന്താ പറയുക, ഡിസൈനിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഡിസൈനായിട്ട് വരാം. അതിലേക്കും ബൈ.